ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു സ്വന്തമായ യുവജനസഖ്യമായി നടത്തിവരുന്ന സുഹൃതവചനം 50 ദിന ധ്യാനത്തിൽ പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുന്ന വൻ കൃപയ്ക്കായി ആദ്യമേ തന്നെ സ്തോത്രം ചെയ്യുന്നു. ഒരു നോമ്പിന്റെ കാലയളവിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. നോമ്പാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മീയമായൊരു ശുദ്ധീകരണമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാതയിൽ സഞ്ചരിച്ച് നമ്മെ തന്നെ ആത്മീകമായി ഉറപ്പിക്കുക, ശക്തീകരിക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നോമ്പ് കാലം മത്സ്യമാംസാദികളായവ വെടിഞ്ഞ് ഭൗതികമായ ഒരു നോമ്പ് ആചരിക്കുന്നതിനേക്കാളും എല്ലാം ഉപരി ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിൽ നമ്മളെ തന്നെ ബലപ്പെടുത്തുന്ന ഒരു നോമ്പ് ആചരണം, ഒരു നോമ്പ് കാലം ആയിരിക്കണം നമുക്ക് ഏവർക്കും വേണ്ടത്. ആത്മാവിന്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളെ ആസ്പദമാക്കിയാണ്. ഇതിൽ 18-ഉം 19 വാക്യം നമുക്കൊന്ന് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശു കർത്താവ് സ്വന്തം ദേശമായ നസ്രേത്ത് സന്ദർശിക്കുന്നതും ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നതും യഹൂദ ആചാരമനുസരിച്ച് എഴുന്നേറ്റ് നിന്ന് വായിക്കുന്നതും ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുകയും തൻ്റെ ദൈവരാജ്യ ദർശനങ്ങളെ അവരോട് അറിയിക്കുന്നതും പ്രസംഗിക്കുന്നതുമായ ഒരു സന്ദർഭമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതായ, നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നതായ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നത്. കർത്താവ് യെശയ്യാ പ്രവാചനത്തെ അടിസ്ഥാനമാക്കി തൻ്റെ കർമ്മ പദ്ധതികൾ, തൻ്റെ ദർശനങ്ങൾ വളരെ ശക്തമായിട്ട് ഈ ഒരു വേദഭാഗത്ത് അവതരിപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ദരിദ്രന്മാർക്ക് സുവാർത്ത, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടർക്ക് കാഴ്ച, പീഡിതർക്ക് വിമോചനം, ഇങ്ങനെയുള്ള തൻ്റെ ദർശനങ്ങൾ യേശു കർത്താവ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം ദൈവരാജ്യ സാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തന രൂപങ്ങളാണ് എന്നും യേശു കർത്താവ് പിന്നീടുള്ള ഭാഗങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ നസ്രയത്തിലെ ആ ഒരു ജനസമൂഹത്തിന് യേശുവിൻ്റെ ആശയങ്ങൾ, യേശു പറഞ്ഞതായ ആശയങ്ങളെ സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒന്ന് അല്ലായിരുന്നു. ദൈവം തങ്ങളുടേത് മാത്രമാണ് എന്നും അനുഗ്രഹങ്ങളെല്ലാം തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നും വിശ്വസിച്ചിരുന്ന ഒരു സങ്കല്പത്തിൽ ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ സവിശേഷതയും ഈ ഒരു വേദഭാഗത്ത് നമുക്ക് പ്രകടമായി കാണുവാനായിട്ട് സാധിക്കും. ദരിദ്രന്മാരോട്, സമൂഹം പുറന്തള്ളിയവരോടും ബലഹീനരോടുമുള്ള യേശുവിന്റെ സ്നേഹാർദ്രമായ സമീപനം വളരെ നന്നായി ഈ ഒരു വേദഭാഗത്തും ഈ ഒരു സുവിശേഷത്തിലും അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ ശുശ്രൂഷ ജീവൻ നൽകുന്ന ശുശ്രൂഷയായിരുന്നു. സമൂഹത്തിന്റെ ക്രൂരതയ്ക്കും ചൂഷണത്തിനും ഇരയായിട്ടുള്ളവർക്കും സ്നേഹസ്പർശമായി കരുതലിന്റെ ഒരു അനുഭവം നൽകുന്നതായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പുതിയ ജീവന്റെ ഒരു അനുഭവത്തിലേക്ക് മാനവജാതിയെ നയിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിന്റെ സന്ദേശമായിരുന്നു കർത്താവിന്റെ വാക്കുകളും ശുശ്രൂഷയും. യേശു കർത്താവിനെ പോലെ ഭാരപ്പെടുന്നവർക്ക് സ്നേഹത്തിന്റെ കരുതലിന്റെ കരങ്ങൾ നീട്ടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. കർത്താവിന്റെ ഈ ശുശ്രൂഷ മാതൃകാപരമായ ഒന്നാണ്. ഇതിനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനും കാണുവാനും സാധിക്കും. ഒന്നാമതായി ബലഹീനർക്ക് ശക്തി പകരുന്ന ശുശ്രൂഷ. ബലഹീനർക്ക് ശക്തി പകരുന്ന ശുശ്രൂഷ. ഇവിടെ കർത്താവ് ദരിദ്രൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, ഈ വേദഭാഗത്ത് ഉപയോഗിക്കുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സമൂഹമായി പുറന്തള്ളപ്പെട്ടവർ, മാനസികമായും ശാരീരികമായും രോഗത്തിൽ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ മുരടിച്ചു പോയവർ, വികലാംഗർ, ഭവനരഹിതർ, അങ്ങനെ എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചാണ് കർത്താവ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന എളിയ ജനത്തോട് സ്വർഗീയ പിതാവിന്റെ സ്നേഹാർദ്രമായ വാത്സല്യം വെളിവാക്കുന്നതായിരുന്നു യേശു കർത്താവിന്റെ ഈ ഓരോ പ്രഖ്യാപനങ്ങളും. അവരെ വേദനിപ്പിക്കുന്ന തിന്മ നിറഞ്ഞ ശക്തികളെ തകർത്ത് അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ ശുശ്രൂഷയും കർത്താവ് പിന്നീടുള്ള വേദഭാഗങ്ങളിലും പുതിയ നിയമത്തിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിലും ഭാരപ്പെടുന്നവരെ നാം ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ശക്തിഹീനർക്ക് ശക്തിയായും
ശബ്ദഹീനർക്ക് ശബ്ദമായി നിലനിൽക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയും ചെയ്യണം. രണ്ടാമതായി, സകലരെയും ഉൾക്കൊള്ളുന്ന ശുശ്രൂഷ. സകലരെയും ഉൾക്കൊള്ളുന്ന ശുശ്രൂഷ. യേശു കർത്താവിന്റെ പ്രസംഗം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യ ദർശനത്തിന്റെ അനുഭവത്തിന്റെ ഒരു പ്രഖ്യാപനമായിട്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, മറിച്ച് സകല ജാതികൾക്കും വേണ്ടിയുള്ളതായിരുന്നു സുവിശേഷം എന്ന് കർത്താവ് പറയുന്നു. ഈ ദൈവരാജ്യ അനുഭവത്തിന് ജാതി മത വർണ്ണ വ്യത്യാസം യാതൊന്നും ഇല്ല. സകലരെയും കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷ, കർത്താവിന്റെ ശുശ്രൂഷ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു മാതൃക നമ്മുടെ മുന്നിലേക്ക് നൽകുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവിന്റെ ഈ ദർശനം ലൂക്കോസ് 4 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇരുന്ന ശ്രോതാക്കളെ കോപാകുലരാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പാപികളോടും ഭാരപ്പെടുന്നവരോടും ഒപ്പം നീങ്ങുന്ന കർത്താവിനെ നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും. സമൂഹത്തിലും ചുറ്റുപാടുകളിലും പല വിവേചനങ്ങളും നിലനിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചിന്ത പ്രാധാന്യമർഹിക്കുന്നതായ ഒന്നാണ്. മത്തായി 28 അധ്യായത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണല്ലോ കർത്താവ് നമ്മോട് പറയുന്നത്. സകലരെയും സുവിശേഷം അറിയിക്കുവാനും സ്നേഹത്തിലും സത്യത്തിലും നീതിയിലും എല്ലാവരെയും ചേർത്ത് നിൽക്കുവാനും ഉൾക്കൊള്ളുവാനും ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏവർക്കും സാധിക്കണം. മൂന്നാമതായി, ഒരു നവ സമൂഹ സൃഷ്ടിയുടെ ശുശ്രൂഷ. ഒരു നവ സമൂഹ സൃഷ്ടിയുടെ ശുശ്രൂഷ. ഈ വേദഭാഗത്ത് കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കർത്താവിന്റെ ദൈവരാജ്യത്തെ പറ്റിയാണ് നമ്മോട് അറിയിക്കുന്നത്. യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളുടെ കാതലായ സന്ദേശങ്ങളും ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു. ദൈവരാജ്യ അനുഭവത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് കർത്താവിന്റെ കർമ്മ പദ്ധതികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സത്യം, സ്നേഹം, സ്വാതന്ത്ര്യം, സമത്വം, സ്വാഹോദര്യം, സമാധാനം തുടങ്ങിയ ദൈവരാജ്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഒരു അനുഭവമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. സാമൂഹിക സാഹോദര്യ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യത്വമില്ലായ്മ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ഓരോരുത്തരും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന, പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അവകാശങ്ങൾ അനുഭവിപ്പാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇന്നത്തെ ഓരോ ജനതയ്ക്കും ആവശ്യം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അതിനായി പ്രയത്നിപ്പാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. അതിനായി ദൈവം നാം ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുമായി 3 ചിന്തകളാണ് പങ്കിടുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്നാമതായി, ബലഹീനർക്ക് ശക്തി പകരുന്ന ശുശ്രൂഷ. രണ്ടാമതായി, സകലരെയും ഉൾക്കൊള്ളുന്ന ശുശ്രൂഷ. അവസാനമായി, ഒരു നവ സമൂഹ സൃഷ്ടിയുടെ ശുശ്രൂഷ. ബലഹീനരെയും നമ്മുടെ സമൂഹത്തിൽ ഭാരപ്പെടുന്നവരെ ചേർത്ത് നിൽപ്പാനും അവരെ സഹായിക്കുവാനും സകലരെയും ഉൾക്കൊള്ളുവാനും അവരെ നമ്മോട് കൂടെ ചേർത്ത് ഒരു സമൂഹമായി മുന്നോട്ട് പോകുവാനും ഒരു കർത്താവിന്റെ മൂല്യങ്ങളെ, ദൈവരാജ്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടുപണി ചെയ്യുവാനും സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് ഈ ഒരു അവസരം നൽകിയ ഒരു വർത്തമാന യോജന സഖ്യത്തിനോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.